Hello everyone, this is Shweta. My name is Inder and welcome to our Channel. It's time for Tanjavaram. Next scene, let's watch it. Watch it. മൂത്തോരങ്കാവിലെ പൂസയുണ്ട്. പൂശ ഉണ്ടാവട്ടോ, അത് അന്നല്ലേ. അതിന് ഇപ്പോഴും എല്ലാരും കൂടി പണിയും കളഞ്ഞ് കുടി കയറി ഇരിക്കുക. രാഘവ 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 ഇതെന്ത് ഉറക്കാണോ? താൻ ഇന്നലെ ഏത് പറഞ്ഞിരിക്കാ വന്നത്? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. അവരാച്ചന്റെ അടുത്ത് പെട്ടതല്ലേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി. തലയ്ക്ക് നല്ല വെളിവായിട്ടില്ല. എന്നിട്ട് കുളിക്കണം. എന്നിട്ട് പണിസ്ഥലത്തേക്ക് വാ. നമുക്ക് അധികാരിയെ കാണണ്ടേ? ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മളെ ഭാഗം വെടുപ്പായി. പിന്നെ പണം പാസ്സാക്കേണ്ടതാണ്. അധികാരിയെ ഞാനും കണ്ടിട്ട് ഇഷ്യൂസായി. അവിടെ സിംഗപ്പൂർ പ്രാവ് കാക്കി കിടക്കണ കാരണം. കുഴപ്പമില്ല. എന്താ ഭയങ്കര തലവേദന. എടോ, ആരാ തരുന്നതെന്ന് കരുതി കിട്ടണതൊക്കെ എടുത്ത് കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അധികാരി എടുത്ത് പോലോ. പിന്നെ അവരാച്ചന്റെ ഞാൻ പറയുന്നത് കാളവണ്ടി വാങ്ങാന്നാ. വഴി ഇത്തിരി ചെത്തി നന്നാക്കിയ മോഡൽ കൂടി മുറ്റം വരെ എത്തിക്കാം. Again, one more night. രാഘവ 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 തോട്ടവട്ട ശബ്ദമല്ലേ കേട്ടത്? വല്ലതും കുടുങ്ങിണ്ടാവും. രാവിലെ നോക്കാം. താൻ എന്ത് മണ്ടത്തരാണ് പറഞ്ഞത്? രാവിലേക്ക് കുറുക്കന്മാര് വല്ലതും ബാക്കി വെച്ചേക്കുവോ? പാടോ. കിടന്നില്ലേ? തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരം ഓടിയിട്ടാണത്രേ വീഴ. പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. നാട്ടിൽ വേറെ സ്വന്തക്കാരില്ലേ? അച്ഛനുണ്ട്, കാണാറില്ല. വയസ്സുകാലത്തൊരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി. ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ? പെട്ടവരക്കെല്ലാം വിറ്റുപറക്കി കണാരത്നം ദൈവേട്ടത്തെയും പോയി. എവിടേക്ക്? അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഇനി അച്ഛൻ ഏഴു നേരത്തെ വരികയെന്നറിയില്ല. കിടന്നോളൂ. ഇന്നുറങ്ങും, സമാധാനമായിട്ടുറങ്ങും. തല നനയ്ക്കണ്ടെന്നാ തോന്നണേ, മുറിവ് ഉണങ്ങണ വരെ. പതുക്കെ. സാരില്ല. बहुत गंदा लगा रहेगा।
ഒപ്പിച്ചു കൊടുക്കാറുന്നില്ലേ? അതെ അതെ അതെ. Jealous. He's a bad guy actually. No? ഞാൻ കടം വാങ്ങാനല്ല, കൃഷി നടത്താനും പോണില്ല. താൻ എന്താ ഈ പറയുന്നത്? ലാഭം വേണ്ട, സ്ഥലത്തിന് കൊടുത്ത കാശ് കയ്യിൽ തന്നാൽ മതി ആരെങ്കിലും. ഞാൻ എന്റെ പാടം നോക്കി പോവാ. ഇതെന്താണോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിങ്ങൾക്കൊക്കെ ഞാനിപ്പോ ഒരു ശല്യമാ, എനിക്കറിയാം. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് വെട്ടത് നാണുമായിട്ട് തോന്നുന്നുണ്ടാവില്ല. ഓ അത് ശരി. കൊച്ചുട്ടി ചിലപ്പോ മുൻചുണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവെക്കണ്ട. ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും. ബാലനോ? ആ പോയപ്പോ മധ്യസ്ഥം പറയാനും ബാലൻ വേണമെന്നായ. അതല്ല ബാലനുള്ള തിരുമലി അയ്യോഭാവം തോന്നിക്കാൻ അവിടെ ഇല്ലാത്ത സോപ്പിനടിച്ച് എടുക്കല്ലേ. അവൻ ഏതാ സാധനം നിങ്ങൾക്കറിയോ? നിങ്ങളുടെ വലിയ കാര്യപ്രാപ്തിയിൽ മോളില്ലേ, അവർക്കറിയോ? ബാലനോ? എന്താ ഈ പറയണത്? തരം കെട്ടി 6 മുറിച്ച് കക്കും. ഈശ്വര, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ ഇല്ല. ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യമല്ലാന്ന് വെച്ചോളൂ. കക്കണതല്ല മേടിക്കുന്നത്, അതിലും വലിയ സംഗതി നോട്ടം. കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കൊയിലും ഞാൻ കാണുന്നുണ്ട്. അവൻ ഞഞ്ഞാമിഞ്ഞ 4 വർത്താനം പറഞ്ഞ ആരും വീഴും. അവന്റെ കളവേഴ്സ് കണ്ടപ്പോ നിങ്ങൾക്ക് തലയെ കൈവച്ചില്ലേ, അതാ അവന്റെ സാമർത്ഥ്യം. ഇനിയും കഥകൾ വരും. നോങ്ങാണോ? കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ. അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു വൈകി മോളെ ചാരിച്ചുകൊണ്ട് പോകാനോ മടിക്കില്ല. അവനതിനപ്പുറം ചെയ്യും. എന്റെ മോളോ? അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവിടെ കിട്ടില്ല. ആ പേടിയൊന്നും എനിക്കില്ല. ഓ പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവന്മാരും അല്ലേ? വഴിയുണ്ട്, ഇറങ്ങിക്കോ. വഴിയും ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി. നടക്കാറായത് കണ്ട ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വിട്ടോളാം. വല്ലതും 10-50 കൊടുത്ത് തുറയ്ക്കാം, അതിലേ വന്നത്. ബസ് കൂലി അതിൽ കൂടുതൽ കാശ് കൊടുക്കരുത്, നയിച്ചുണ്ടാക്കട്ടെ. ആളുകളെ ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ. കാഴ്ചക്ക് എന്തൊരു സാധു. അറിഞ്ഞ ഭാവം കാട്ടണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. He's gonna do, and I guess he will be blaming him. Yeah, that's what he's doing, man. Now what he's doing? I told Vinay he has a bomb. സൂക്കടാ. ഇവിടെ എന്തോ ഉത്സവമുണ്ട് കാവില്. ഇന്ന് പണിക്കാരും വരില്ല. അതിലേരിയുടെ എവിടേക്കാവും? രാത്രി മുഴുവൻ തെരഞ്ഞ് പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്നതിന്റെ ഈറ വിട്ടിട്ടില്ല അച്ഛന്. ശിവരാത്രിക്ക് കീഴ്ക്കാവില് വലിയ ഉത്സവം അത്രേ നാട്ടില്. കീഴ്ക്കാവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ അതിന്റെ അടുത്ത് ഒരു 3 മാസം പണിയെടുത്തിട്ടുണ്ട്. ഇല്ലത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ അവിടെ ഒന്ന് ഇറങ്ങാൻ അച്ഛൻ കഷ്ടിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തൊഴിൽ മാത്രമേ ഉള്ളൂ? അല്ല, അമ്മ ഒരു തുലഭാരം നടന്നിട്ടുണ്ട്. ചക്രണ്ട പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലാരാ ഉള്ളത്? വല്യമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോവില്ല. അവിടെ ഇപ്പൊ ഉള്ളവര് ഏത് തരാന്ന് ആരും പഴയ ദേഷ്യം വെച്ച് അവിടെ ഉള്ളവർ ആട്ടി പായിച്ചാലോ? അവിടെ പോയില്ല. പിന്നെന്തിനാ നാട്ടിൽ? വെറുതെ തലയൊക്കെ ഒന്ന് കാണാലോ, വീടും പുറത്തുനിന്നൊന്ന് നോക്കാം. വെറുതെ കീഴ്ക്കാവിലെ ഭഗവതി തൊഴാൻ ഭാര്യത്തോടുള്ള സമ്മതം വേണ്ടല്ലോ. Oh.
ഉച്ചക്കത്തേക്ക് എന്താ കൊടുക്കേണ്ടത്? കഞ്ഞിയോ ചോറോ? കഞ്ഞി വിട്ടിരിക്കണം. ഉള്ള എന്താന്ന് വെച്ചാ ആ പെണ്ണില്ലേ അവളോട് പുറത്തേക്കുള്ളത് കൊടുക്കാൻ നീ തന്നെ വേണം. ചെല്ലും കൊടുത്ത് വീട്ടിൽ നിർത്തിയിരിക്കണ ഒന്നുമില്ലാതെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞൂടെ? അച്ഛന് പുഴമീൻ കൊണ്ടുവന്നിട്ടു വേണ്ടതാണ് പകല് വയ്യ. എന്റെ തൊട്ടിടക്കുന്ന സ്ഥലം അതെങ്ങനെയുണ്ട്? അച്ഛന് കരിമണ്ണല്ലേ, കരിമ്പ്. അതിന് കരിമ്പ് തന്നെ. ഓരോരുത്ത കാര്യത്തിനെ പാട്ട് പിടിക്കാൻ നൊസ് വിലക്ക് തരാം കേട്ടോ. നിൽക്ക് കേട്ടോ, ഞാൻ പുറപ്പെടുകയായി. ഇവരുടെ കാവിലൊന്ന് പോയി തൊഴട്ടെ. നാഗമ്മയുടെ ക്ഷണുണ്ട്. അവിടെ പോവാൻ ഇതൊക്കെ എടുത്തിടണോ? എന്ത് കാവ്, എന്ത് ഉത്സവം, ഒറ്റ എണ്ണത്തിന് തലയ്ക്ക് വെളി ഉണ്ടാവില്ല. ഞാൻ പറയണ കേട്ട്. അതേ മതി. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെന്തിനാ ഇക്കണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം? ഒന്നുമില്ലാതെ ഞാൻ പറയില്ല. ഇട്ടത് അഴിച്ചു വെക്കണമെന്ന് ഞാൻ പറയണില്ല. ഇത് മതി. ഒക്കെ ഒരു പിഴച്ച കാല. നമ്മൾ വിചാരിക്കണ മാതിരി അല്ല അവള്. നാളെ പാലിനോട് പോയി അവളോട് പറയായിരുന്നു ഉള്ള സ്വർണ്ണപ്പണ്ടൊക്കെ എടുത്തിട്ട് ഞാത്തി നടക്കണ്ട. കാണുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് ഊത്തി തോന്നുക. പശുക്കുട്ടി രോഗി അവിടെ ഉണ്ടോ? രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്താരാണെന്ന് വെച്ചാൽ എന്താ പ്രതിഷ്ഠ? എന്തോ കോഴിയും കള്ളും ഒക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലും ഒരു കാവല്ലേ? മരം ചിറ്റാരം കാറ്റിൽ മരം മരം റൈറ്ററേ ഒന്ന് തിരിഞ്ഞിരിക്കെ. വല്ലവരുടെ സാരി കടം വാങ്ങി വാരി വലിച്ചിട്ടതുകൊണ്ട് അത്ര പരിഷ്കാരം മതി. പോരാ, ഞാനിനി പഠിപ്പിച്ചു തരുന്നുണ്ട് ചില. അമ്പലത്തിൽ 100 ആളുണ്ടാവും, മാരണം. അതുകൊണ്ടാണ് വരാന്. വീട് കൂടെല്ലാം വേറെ പാട്ടിനകത്താന്ന് കഴിഞ്ഞു കാരണം അല്ലേ? ഇനി പണി കുറെ ബാക്കിയുണ്ട്.
ഭാഗ്യവാനാണല്ലോ. ഒരു കൊല്ലം അതിനെ തുള്ളി अरे തൊട്ടില്ല. यार അത് ക്ലാസ് Wrong timing. വേണ്ട വേണ്ട പറ്റില്ല. എന്റെ ഒരു സന്തോഷം. ഓ 2 ഗ്ലാസ് കുറച്ച് വെള്ളവും. ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല പിന്നെ എന്താ? നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു? ഓളൊന്നും പറയില്ല. നീ അത് പേടിക്കണ്ട. കഴിയും. ഇതെന്റെ ഒരു ആഘോഷമാണ്. ഈ പണിയെ നിൽക്കണത് ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലെന്ന് ആലോചന. കഴിക്കേ. നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതൽ ഉണ്ടാവില്ല. കഴിക്കേ. ചേട്ടന് വിളിച്ചോടുത്ത് വരും പറച്ചോ അല്ലേ? ചേട്ടന്റെ കമ്പനി നിങ്ങൾ കടം തരണം പറഞ്ഞു ജോലിക്ക്. ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല. അപ്പൊ കാരണം ഒരു ബാക്കിയായിട്ടില്ലേ? കഴിക്കും. अरे just deny. കഴിക്കും. That's bad. വേണ്ട എന്നോട് ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ. നിന്റെ അച്ഛൻ കുടിക്കില്ലേ? അതുപോലെയാ? നിനക്ക് ഇഷ്ടമല്ല? വേണ്ട. ഇനി ഞാൻ തൊടില്ല. ഇനി അങ്ങനെ വലിയ കമ്പൊന്നുമില്ല. അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം. ഇനി തൊടില്ല. This will be go. But now he is kind of बोलते ना उसको भड़का उसके dad को. बहुत भड़काया. Yes, that he might steal and everything. Steal But your actually, money. he is the thief, of course. But you know, I'm liking this. Like the girl, she's taking good care of him. Like वो फिर at the They are end also वो building a connection. yeah, dad ने भी फिर बोल दिया ना, take go servant के पास, servant को बोलो ये बोलो because of this guy. But now we still don't know how the wife she died and everything. Yeah, that is. Okay, I think so it's after this is just climax. We'll get all of our answers. So guys, meanwhile, take care. Bye bye.